നമസ്കാരം. ഇറാനെതിരെ ഇസ്രയേലും യുഎസും ചേർന്ന് നടത്തുന്ന യുദ്ധത്തിൽ ഇങ്ങ് ഇന്ത്യക്കും കണ്ണുനീർ. ഒമാൻ തീരത്ത് സുൽത്താൻ ഖാമൂസ് തുറമുഖത്തിന് സമീപം ഒരു കപ്പലിന് നേരെ ഇറാൻ ഡ്രോൺ ബോട്ട് ആക്രമണം നടത്തി. കപ്പലിന് തീപിടിക്കുകയും ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ശക്തമായ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരനടക്കം ധാരാളം പേർ കൊല്ലപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. ആക്രമണത്തിൽ MVD ഡോം എന്ന കപ്പലിന് തീപിടിക്കുകയും വൻപിച്ച നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. 16 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. അതിൽ ഒരാളാണ് കൊല്ലപ്പെട്ടത്. ഒമാൻ നാവികസേനയുടെ സഹായത്തോടുകൂടി നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ആരൊക്കെയാണ് കൊല്ലപ്പെട്ടതെന്നോ ആർക്കൊക്കെ പരിക്കേറ്റെന്നോ എവിടേക്കാണ് ഒഴിപ്പിച്ചതെന്നോ ഉള്ള വിവരങ്ങളൊന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാന്റെ നേരെയുള്ള ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഒമാൻ തീരത്തുണ്ടായ ഈ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സുൽത്താൻ ഖാമൂസ് തുറമുഖത്ത് വെച്ചുണ്ടായ ഈ ആക്രമണം ഗൾഫ് മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കും. കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കുന്നതിന്റെ സൂചനയാണ് ഇത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒമാൻ അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണ്. ഇന്ത്യക്കാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് വിദേശകാര്യ മന്ത്രാലയം ഒമാനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഇറാനിലേക്കുള്ള ആക്രമണം ലോകത്തിന്റെ സമാധാനത്തിന് തന്നെ വെല്ലുവിളിയായിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും ആശങ്കയോടുകൂടിയാണ് ഈ യുദ്ധത്തെ നോക്കിക്കാണുന്നത്. കടൽ മാർഗമുള്ള യുദ്ധവും ഇറാൻ ആരംഭിച്ചതോടെ ലോകമാകെ ഞെട്ടലിലാണ്. ഇതിനിടയ്ക്ക് സൗദിയിലേക്ക് പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമാക്കി ഇറാന്റെ ഡ്രോണുകൾ ആക്രമണം നടത്തി. ഇറാൻ അയച്ച 5 ഡ്രോണുകളും തകർത്തു എന്നും അവ എയർബേസിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്നും സൗദി പറയുന്നു. ഇറാന്റെ യുദ്ധങ്ങൾ ഇപ്പോൾ പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വലിയ യുദ്ധങ്ങളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഇറാനെ സംബന്ധിച്ച് അവർ പറയുന്നത് മാത്രമാണ് ലോകത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നത്. പൊതുവെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ ആഭ്യന്തര കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധസന്നാഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇറാന്റെ കാര്യം അങ്ങനെയായിരുന്നില്ല. അവർ വലിയ യുദ്ധങ്ങളിലൊന്നും പങ്കെടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ സൈനിക ശേഷിയെക്കുറിച്ച് മറ്റു രാജ്യങ്ങൾക്ക് കാര്യമായ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ മുന്നൊരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ആണവ ബോംബ് ഉൾപ്പെടെയുള്ള മുന്നൊരുക്കങ്ങൾ അവരുടെ പ്രധാന തീമായിരുന്നു, അല്ലെങ്കിൽ ഉദ്ദേശമായിരുന്നു, ലക്ഷ്യമായിരുന്നു. ആ ഒരുക്കങ്ങൾ അവർ തയ്യാറാക്കുക തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഏതു തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം മുഴുവൻ. കാരണം ഇറാന്റെ സൈനിക സന്നാഹങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങൾക്ക് ശരിയായ അറിവുകളില്ല എന്നുള്ളത് തന്നെ കാരണം. ഇതിനിടയ്ക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം നടത്തി എന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. നെഹത്യാഹുവിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് വ്യക്തതയില്ല എന്നുള്ള ഇറാന്റെ പ്രഖ്യാപനം ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ ആ ആക്രമണം ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്നാണോ ഈ മിസൈൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പതിച്ചത് എന്നും വ്യക്തതയില്ല. എന്തായാലും ഈ യുദ്ധം ലോകത്തിന്റെ സമാധാനം കെടുത്തിയിരിക്കുകയാണ്. കടുത്ത യുദ്ധഭീതിയിലാണ് ലോകം മുഴുവൻ. എണ്ണവില ശക്തമായി കയറാനും സാധ്യതയുണ്ട്. അതേസമയം ഇറാനിലെ ഔദ്യോഗിക മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് ബോംബുകൾ വർഷിച്ച് ഇസ്രായേൽ. ധാരാളം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു എന്നാണ് വരുന്ന വാർത്തകൾ. സംഘർഷത്തിൽ ഇറാനിൽ മാത്രം ഇതുവരെ 700ഓളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. ഇറാൻ സർവശക്തിയും എടുത്ത് തിരിച്ചാക്രമണം നടത്തുന്നുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ധാരാളം ഇസ്രായേൽ സൈനികരുൾപ്പെടെയുള്ള ആളുകളും അമേരിക്കൻ സൈനികരുമൊക്കെ കൊല്ലപ്പെട്ടു എന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ മരിച്ച ഈ അവസ്ഥയിൽ കേരളവും ഞെട്ടലിലാണ്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനം ഗൾഫ് മേഖലയാണ്. ഗൾഫ് മേഖലയിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേർ ജോലി ചെയ്യുന്നു. ആ കുടുംബങ്ങളിലൊക്കെ തീരാ കണ്ണുനീരാണ്. അവരുടെ നെഞ്ചിൽ ആധിയാണ്, തീയാണ്. എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.